പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബിൻ്റെ കരുണാകടാക്ഷം നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ. സക്കാത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. ഇസ്ലാമിന്റെ 5 തൂണുകളിൽ ഒന്നാണല്ലോ സക്കാത്ത്. നാം സക്കാത്ത് നൽകുന്നത് ദാനമായോ ധർമ്മമായോ അല്ല. അത് അള്ളാഹു സമ്പന്നരുടെ സമ്പത്തിൽ പാവങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു അവകാശമാണ്. നാം സക്കാത്ത് നൽകുമ്പോൾ ആർക്കും ഉപകാരം നൽകുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ബാധ്യത നിറവേറ്റുകയാണ് ചെയ്യുന്നത്. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറയുന്നു, വഫീ അംവാലിഹിം ഹഖ്ഖും ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും ചോദിക്കുന്നതിന് തടസ്സം ബാധിച്ചവർക്കും അവകാശമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സക്കാത്ത് ഒരു അവകാശമാണ് എന്ന് മനസ്സിലാക്കാം. സക്കാത്ത് നൽകുന്നതിലൂടെ സമൂഹത്തിൽ സാമ്പത്തിക സമത്വം നിലനിൽക്കുന്നു. സമ്പത്ത് കുന്നുകൂടി പോവാതിരിക്കുന്നതിനും ദാരിദ്ര്യത്തിൽ ഒറ്റപ്പെടാതിരിക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു സക്കാത്ത് അനുവദിച്ചിട്ടുള്ളത്. സക്കാത്ത് നൽകുന്നതിലൂടെ പാവങ്ങളുടെ ആത്മാഭിമാനം വളരുന്നു, സമ്പന്നരുടെ മനസ്സ് ശുദ്ധമാകുന്നു, സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും വളരുന്നു, സമ്പത്ത് ശുദ്ധമാകുന്നു. അതുകൊണ്ടാണ് സക്കാത്തിനെ സമ്പത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. നാം സക്കാത്ത് നൽകേണ്ടത് 8 അവകാശികൾക്കാണ് എന്ന് അള്ളാഹു സൂറത്ത് തൗബയിൽ വിവരിക്കുന്നുണ്ട്. സക്കാത്ത് നൽകണമെങ്കിൽ നിസാബ് എത്തണം. സമ്പത്തിന്റെ ഏറ്റവും കുറഞ്ഞ പരിധിക്കാണ് നിസാബ് എന്ന് പറയുന്നത്. പണത്തിനും സ്വർണത്തിനും വെള്ളിക്കുമെല്ലാം നിസാബുണ്ട്. സ്വർണവും പണവും വെള്ളിയുമെല്ലാം കൂമ്പാരമായി വെച്ചവർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്. 590 ഗ്രാം വെള്ളിയോ അല്ലെങ്കിൽ അത് വാങ്ങുവാനുള്ള പണമോ കൈവശമുണ്ടെങ്കിൽ സക്കാത്തിന്റെ നിസാബായി അതിന്റെ 2% നാം സക്കാത്ത് നൽകണം. അതുപോലെ സ്വർണം 85 ഗ്രാം സ്വർണം കൈവശമുണ്ടെങ്കിൽ അതിന്റെ നിസാബായി അതിൻ്റെയും 2% നാം സക്കാത്ത് നൽകണം. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നൽകേണ്ടത്. ഒരു വർഷം മുഴുവനും നാം ഈ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2% നാം സക്കാത്തായിട്ട് നൽകേണ്ടതുണ്ട്. അതുപോലെ കാർഷിക വിളവുകൾക്കും സക്കാത്തുണ്ട്. അതിൻ്റെ നിസാബ് 6 കിൻഡൽ അരി വാങ്ങുന്ന അത്രയും വിളവ് നമുക്ക് ലഭിച്ചാൽ അത് വിളവെടുപ്പ് സമയത്ത് തന്നെ അതിൻ്റെ സക്കാത്ത് നൽകേണ്ടതുണ്ട്. നനച്ചുണ്ടാക്കിയവയ്ക്ക് 5%, തനിയെ ഉണ്ടായവയ്ക്ക് 10%മാണ് സക്കാത്ത്. നാളികേരം, കുരുമുളക്, റബ്ബർ, നെല്ല് ഇതുപോലെയുള്ള ഫലങ്ങളെല്ലാം നമുക്ക് സക്കാത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ശരിക്കും പഠിച്ച് മനസ്സിലാക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.